ഹലോ, ഞാൻ രതീഷ്. ഞാനിവിടെ പറയുന്നത് ജീപ്പ് ഡ്രൈവർക്കുണ്ടായ ഒരു പ്രേതാനുഭവമാണ്. അപ്പോൾ ഇനി കഥ ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കഥയിലേക്ക് പോകാം. ഞാൻ രതീഷ്. ഞാനൊരു ജീപ്പ് ഡ്രൈവറാണ്. എൻ്റെ ഭാര്യയുടെ പേര് രഞ്ജിനി. വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുത്തതും അവിടെ എൻ്റെ ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവായ രതീഷ് ഏട്ടന് കൃത്യസമയത്ത് ജോലിക്ക് പോകണമെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു വീട്ടിൽ താമസിക്കണ്ടേ? നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു. എൻ്റെ ഇപ്പോൾ രതീഷ് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ വഴിയാണ് ഞങ്ങൾക്ക് വീട് കാണിച്ചു തന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ 4x4 ജീപ്പ് എടുത്ത് സ്റ്റാൻഡിൽ ചെന്നതും എൻ്റെ അടുത്ത് കസ്റ്റമർ വന്നതും ഒരുമിച്ചായിരുന്നു. കസ്റ്റമർ വന്നപ്പോൾ അവർക്ക് വളരെ ദൂരത്തുള്ളൊരു സ്ഥലത്ത് പോകണമെന്ന്. അങ്ങനെ ഇരിക്കെ അവരുടെ വീടും കുറേ ദൂരെയാണ്. അയാളുടെ ജീപ്പ് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലായിരുന്നു പോയത്. സമയം നോക്കിയപ്പോൾ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിനി അപ്പോൾ എന്നെ കാണാത്തതിൻ്റെ പേരിൽ ഭയന്നിരിക്കുകയായിരിക്കും. ലേറ്റായതിനൊരു കാരണം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് പോകുമ്പോഴേ മനസ്സിലായത്, വണ്ടിയിലെ കയ്യിലിരിക്കുന്നത് തൽക്കാലം വണ്ടിയിൽ കയറ്റി വെക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ടി ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ഡൗൺ ആയത്. നോക്കിയപ്പോൾ ഒരു സ്ത്രീ എതിരെ അവിടെ നടന്നു വരുന്നു.